ഹായ് ഹലോ ലേൺ വിത്ത് ആയുഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും എപ്പോഴും ഉള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു പേടിയാണ്, എങ്ങനെ ക്രഷിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. ഇനി സംസാരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം 7 പോയിന്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആ ഫ്രണ്ട്സിനൊക്കെ ഇതാ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി യുവർ സെൽഫ്. അതായത് നിങ്ങൾ തന്നെയായിട്ട് ഇരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. ഒതന്റിസിറ്റി ഈസ് കീ എന്ന് കേട്ടിട്ടില്ലേ? അതായത് നമുക്ക് ഇല്ലാത്ത ക്വാളിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ക്രഷിനോട് പറയാതിരിക്കുക. ചില ആളുകളുണ്ട്, ക്രഷിൻ്റെ ഒക്കെ മുമ്പിൽ ഒന്നാളാകാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുണ്ടാക്കും. വേണമെങ്കിൽ ചിറക് വരെ ഉണ്ടെന്ന് വരെ അവർ പറഞ്ഞ് ഉണ്ടാക്കും. അങ്ങനെ നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ ഒന്നും ഒരിക്കലും നിങ്ങൾ അവരോട് അതായത് അവരെ പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിലിരിക്കുക. ചിലരുണ്ട്, എനിക്ക് ആനയുണ്ട്, അമ്പാനയുണ്ട്, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടീനെ അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്യും. എന്നിട്ടോ റിലേഷൻഷിപ്പ് ഒക്കെ ആയി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ അവൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആ രീതിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ബി യുവർ സെൽഫ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഫൈൻഡ് എ കോമൺ ഗ്രൗണ്ട്. അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം നിങ്ങൾക്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ്, അതായത് നിങ്ങൾ പാട്ട് കേൾക്കുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ മൂവീസ്, പിന്നെ നിങ്ങളുടെ ഹോബീസ്, ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പറഞ്ഞ് രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ആ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ട് ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടിക്ക് ഒരു അടുപ്പമൊക്കെ തോന്നാൻ വേണ്ടി അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ അവരുടെ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടിയോട് ചോദിക്കേണ്ടത് ഒരിക്കലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കരുത്. അതായത് നീ കഴിച്ചോ, നീ ഹോസ്റ്റലിലാണോ, ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ് ആ കുട്ടി പറയുക? ഒന്നെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല, ഇത് മാത്രമായിരിക്കും ആ ഒരു കുട്ടി പറയുക. അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് അവർക്ക് മാക്സിമം തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബി എ ഗുഡ് ലിസണർ ആണ്. അതായത് ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക. അതായത് നല്ലൊരു ഗുഡ് ലിസണർ ആകുക നിങ്ങൾ. പിന്നെ ആ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതിന് ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കണം. അതായത് എനിക്കിപ്പോൾ കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, നീ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറ, ആ രീതിയിൽ ഒരിക്കലും നിങ്ങൾ കാണിക്കരുത്. ആ ഒരു കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇരുന്ന് കേട്ടിട്ട് ഒന്ന് മൂളുകയോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് കുഞ്ഞു ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ അവരോട് ഇടയ്ക്ക് ഒന്ന് ചോദിക്കാവുന്നതാണ്. അതൊക്കെ ആ ഒരു കുട്ടിക്ക് നിങ്ങളോടൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബി കോൺഫിഡൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്കതൊരു കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ഇതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഡോണ്ട് ബി അഫ്രൈഡ് ടു ബി വൾണറബിൾ. അതായത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ എയിം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആ ഒരു കുട്ടിയോട് നിങ്ങൾ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു കുട്ടിക്ക് നിങ്ങളോടൊരു വിശ്വാസവും ഒരടുപ്പവും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്നും വിചാരിച്ചിട്ട് ഓവറായിട്ട് ആരും ഒന്നും കയറി പറയാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് നിങ്ങളൊരു ഫ്രണ്ട്സൊക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ അച്ഛൻ അമ്മ ബ്രദർ സിസ്റ്റർ അവരെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭാവിയിലേക്ക് എന്താവണം, ഇങ്ങനത്തെ നിങ്ങളുടെ എയിം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടിയോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ 6ാമത്തെ കാര്യം. ഇനി 7ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 7ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബി പേഷ്യൻ്റ് ആണ്. അതായത് ക്ഷമ. നിങ്ങൾക്കറിയാമല്ലോ, എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ ഒന്ന് ടൈം എടുത്തിട്ടാണ് ഒന്ന് സെറ്റ് ആവുക. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് ഒരാളുടെ മനസ്സിലേക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ചു കയറാനൊന്നും പറ്റത്തില്ലല്ലോ. ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെങ്കിലും അതൊക്കെ ടൈം എടുത്തിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാം ഒരു ദിവസം കൊണ്ട് നടക്കും എന്നാരും വിചാരിക്കരുത്. നിങ്ങൾ ജസ്റ്റ് സംസാരിക്കുക. ഇങ്ങനെ സംസാരിച്ച് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ആകാം. അതിനുശേഷം നല്ല ഫ്രണ്ട്സൊക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു കുട്ടിയോട് തുറന്ന് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കുട്ടീനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസും ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു 7 കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടത്തിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.